നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും ആ കോവിഡ് കാലത്തെക്കുറിച്ച്. ആ കോവിഡ് കാലത്ത് നമുക്ക് വികസനം ഒന്നും ആയിരുന്നില്ല ചർച്ച. നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ജീവിക്കുക എന്നതായിരുന്നു, പൊരുതുകയായിരുന്നു. കൂടെയുണ്ടാകുന്ന പലരും മരിച്ചു വീണ ഒരു കോവിഡ് കാലം, നമ്മൾ ഒറ്റപ്പെട്ടു പോയ ഒരു കോവിഡ് കാലം, കൂടെ ആരുമില്ലാതിരുന്ന കോവിഡ് കാലം. ആസ്പത്രിയിലേക്ക് വരാൻ രോഗികൾ മാത്രമല്ല, ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും നേഴ്സിംഗ് സ്റ്റാഫും മടിച്ചൊരു കാലം. KSRTC സർവീസ് നിർത്തിയ ഒരു കാലം ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ആ കാലത്ത് ഞാൻ MLA ആയി ആദ്യമായിട്ട് വരികയാണ്. നമ്മളുടെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എങ്ങനെ ഹോസ്പിറ്റലുകളിൽ നേഴ്സുമാരെത്തിക്കാമെന്നായിരുന്നു. ആരോഗ്യ പ്രവർത്തകർ അന്ന് അത്യാധ്വാനം ചെയ്ത് ആത്മാർത്ഥതയോടെ ജോലി ചെയ്ത ഒരു ഘട്ടമായിരുന്നു. അവർ പലരും നടന്ന് കിലോമീറ്ററുകൾ നടന്നാണ് അന്ന് ജില്ലാ ആസ്പത്രിയിലേക്ക് വന്നത്. പക്ഷേ അന്ന് നമ്മളൊരു തീരുമാനമെടുത്തു. ഞാൻ MLA ആയി ആദ്യത്തെ മാസം പൂർത്തിയാകുന്ന ഘട്ടമാണ്. നമുക്ക് നമ്മുടെ പെരിന്തൽമണ്ണയിലെ ജില്ലാ ആസ്പത്രിയിലേക്ക് ഡോക്ടർമാരെയും നേഴ്സുമാരെയും എത്തിക്കണം. അതിന് നമ്മളെടുത്ത തീരുമാനം KSRTCയുമായി ബന്ധപ്പെട്ടു. നമുക്ക് പ്രത്യേക സർവീസ് വേണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ KSRTC കൈമലർത്തി. അവസാനം അവർ പറഞ്ഞു, നിങ്ങൾ ഡീസൽ അടിക്കുകയാണെങ്കിൽ ഞങ്ങൾ ബസ് ഓടിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ആദ്യ ശമ്പളം ഞാൻ മാറ്റിവെക്കുന്നത് KSRTC ബസ്സിന് ഡീസലടിച്ച് നഴ്സുമാരെ കൊണ്ടുവരാനായിട്ട്. നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം. നഴ്സസ് ദിനത്തിൽ രക്ഷയുടെ കരുതലായ മാലാഖമാർക്ക് ഐക്യദാർഢ്യവുമായി നിയുക്ത MLA നജീബ് കാന്തപുരം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ നഴ്സുമാർക്ക് സുരക്ഷാ ഉപകരണങ്ങൾ നൽകി ആദരമർപ്പിച്ചാണ് നജീബ് കാന്തപുരം MLA കരുതലിന്റെ മാലാഖമാർക്ക് ഐക്യദാർഢ്യം അറിയിച്ചത്. ജില്ലാ ആശുപത്രിയിൽ നടന്ന നഴ്സസ് ദിനാചരണം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാനസികമായ ഒരു പിന്തുണ നൽകുകയും കൂടെ നിൽക്കുകയും ചെയ്യുക. നമ്മുടെ ജില്ലാ ആസ്പത്രി സന്ദർശിച്ചപ്പോൾ വളരെ സങ്കടകരമായ ഒരു സാഹചര്യം ഉണ്ടായി. പല ആരോഗ്യ പ്രവർത്തകരും, പ്രത്യേകിച്ച് നഴ്സുമാരും അതുപോലെ ആസ്പത്രി ജീവനക്കാരും കിലോമീറ്ററുകൾ നടന്നാണ് ആസ്പത്രിയിൽ എത്തുന്നത് എന്നൊരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് തന്നെ പെരിന്തൽമണ്ണ DTO പ്രിയപ്പെട്ട രാധാകൃഷ്ണനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം മുൻകൈയെടുത്ത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് സഞ്ചരിക്കാൻ വേണ്ടി 3 റൂട്ടിൽ മണ്ണാർക്കാട് പെരിന്തൽമണ്ണ, മഞ്ചേരി പെരിന്തൽമണ്ണ, മലപ്പുറം പെരിന്തൽമണ്ണ 3 റൂട്ടിലും ബസ് സർവീസ് ആരംഭിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. DTOയുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ ഒരു സർവീസ് മുടങ്ങരുത് എന്ന നിർബന്ധം ഉള്ളതുകൊണ്ട് ഒരു തീരുമാനം ഇപ്പോൾ ഞങ്ങൾ കൈക്കൊള്ളുകയാണ്. MLA എന്ന നിലയിൽ എന്റെ ശമ്പളത്തിന്റെ ആദ്യ ശമ്പളം ആരോഗ്യ പ്രവർത്തകർക്ക് യാത്ര ചെയ്യാനുള്ള സംവിധാനമൊരുക്കാൻ KSRTCക്ക് നൽകാൻ വേണ്ടി തീരുമാനിക്കും. നമുക്കറിയാം, ആ കാലത്ത് നമ്മൾക്കൊരു വലിയ സാമൂഹ്യ ഇടപെടൽ ആവശ്യമായിരുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഓക്സിമീറ്റർ. മറന്നിട്ടുണ്ടോ? പഴയ ഓക്സിമീറ്റർ ഓർമ്മയില്ലേ? ആ ഓക്സിമീറ്ററുമായി നമ്മളെല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കും പോവുകയായിരുന്നു. അതിനൊരുപാട് പേർ സഹായിച്ചു. PPE കിറ്റ് ഉണ്ടായിരുന്നു. അതിലെടുത്തു പറയേണ്ട ഒരു ടീമുണ്ട്. അത് നമ്മുടെ ബോയ്സ് ഹൈസ്കൂളിലെ പഴയ അലൂമിനിയാണ്. അവരായിരുന്നു നമ്മളുടെ കൂടെ ആദ്യമായി നിന്നത്. അതിൽ പലരും വിദേശത്തായിരുന്നു. അവരെന്നോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായി നിന്നോളൂ, ഞങ്ങളും കൂടെ വരാം. നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ, നമ്മുടെ മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കും ഓക്സിമീറ്ററുകളുടെ പ്രവാഹമായി. അന്ന് MLA ഓഫീസ് ഓക്സിമീറ്ററുകൾ കൊണ്ട് നിറഞ്ഞ ഒരു കാലമായിരുന്നു. എല്ലാ രോഗികൾക്കും ആവശ്യമായത് വാർഡ് മെമ്പർമാർ വഴി നമ്മൾ വിതരണം ചെയ്തു. ഒരു രാഷ്ട്രീയവും നമ്മൾ നോക്കിയില്ല. വാർഡ് മെമ്പർമാരുടെയോ പഞ്ചായത്ത് ഭരണസമിതിയുടെയോ നിറം നോക്കിയില്ല. എല്ലായിടത്തേക്കും നമ്മൾ ഒരുപോലെ ആവശ്യക്കാരെ കണ്ടറിഞ്ഞ ആ കാഴ്ച, അത് കഴിഞ്ഞാണ് നമ്മൾ ആ കോവിഡ് കാലത്തെ മറികടന്നത്.